പ്രതിഷേധം 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 അയ്യങ്കുഴിയുടെ പ്രതിഷേധം അയ്യങ്കുഴിയുടെ പ്രതിഷേധം. ലോകമാകെയുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ അമ്പലമുകളിലെ അയ്യങ്കുഴി നിവാസികൾക്ക് ഇന്ന് പഷ്ണിക്കഞ്ഞി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊച്ചിൻ റിഫൈനറി, HOC എന്നീ കമ്പനികൾക്കിടയിൽ വിഷവാതകം ശ്വസിച്ചും മറ്റുള്ള ദുരിതങ്ങൾ അനുഭവിച്ചും ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും കോടതി കേസുകളും എല്ലാം നടന്നു വരുന്നുവെങ്കിലും ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഇവർ ഈ തരത്തിലുള്ള ഒരു സമരമുഖം സൃഷ്ടിച്ചെടുത്തത്. ഈ തിരുവോണത്തിന് നമ്മൾ ഈ കമ്പനികളുടെയും സർക്കാരിൻ്റെയും ഒക്കെ അതിക്രൂരമായ നടപടികൾക്കെതിരെ ഒരു പ്രതിഷേധ സൂചനാ സമരം എന്ന നിലയിലാണ് ഇന്ന് തിരുവോണത്തിനെതിരെ ഒരു പട്ടിണിക്കഞ്ഞി സർക്കാരിൻ്റെ എതിരെയുള്ള ഇവിടുത്തെ കമ്പനിക്കാർക്കെതിരെയുള്ള ഒരു പട്ടിണിക്കഞ്ഞി സമരം ഈ തിരുവോണ നാളിൽ നമ്മൾ നടത്താൻ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഏകദേശം 40 കൊല്ലമായി അയ്യങ്കുഴി എന്ന പ്രദേശം, കൊച്ചു പ്രദേശം, 9 ഏക്കർ പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്ന പാവങ്ങളായ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും 42 കുടുംബങ്ങളിൽ പലരും 25 വീട്ടുകാർ ഇവിടെ നിന്ന് വാടകയ്ക്ക് പോയി താമസിക്കുകയാണ്. പല വീടുകൾ അവർക്ക് അസുഖം കാരണം, കുഞ്ഞുങ്ങൾക്ക് കാരണം നിവൃത്തിയില്ലാത്ത ആളുകളൊക്കെ ഇവിടേക്ക് താമസിക്കുകയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ വാതക ചോർച്ച വരെ ഉണ്ടായി. ഞങ്ങൾ 14 കൊല്ലമായി നീണ്ട പോരാട്ടങ്ങൾ നടത്തി ഹൈക്കോടതി വരെ ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് പറഞ്ഞ് എടുത്തിട്ട് ഈ സർക്കാർ ഈ 2 കമ്പനിക്കാർക്കും വേണ്ടി കേസ് ഏറ്റെടുക്കുകയും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വരുന്ന മാസം കേസിൻ്റെ അന്ത്യം, കേസിൻ്റെ തീരുമാനം ഉണ്ടാകുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കമ്പനിക്കാർ ഈ വിവിധ ഏജൻസികളെ കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ഈ പ്രദേശം ശുദ്ധമാണ്, പൊല്യൂഷനില്ല, അസുഖമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ സാറന്മാരും ഇവിടുത്തെ സ്കൂളും കമ്പനി സ്കൂളും കമ്പനിയുടെ ക്വാർട്ടേഴ്സുകളൊക്കെ ഇവിടുന്ന് നല്ല അന്തരീക്ഷമുള്ള ക്രിസ്ത്യാനിക്കര വെട്ടിക്കൽ ഭാഗത്തേക്കൊക്കെ മാറ്റി താമസിക്കുകയാണ്. ഞങ്ങളെ മാത്രം ഇവിടെ ഇട്ട് കൊല്ലുകയാണ് ഈ 42 കുടുംബങ്ങളെ. ഞങ്ങൾക്ക് ഇവിടെ വായു മലിനീകരണം, ജലമലിനീകരണം എല്ലാം കാരണം ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ വീടിൻ്റെ 2 സൈഡിലും പ്ലാന്റുകളാണ്, 4 ചുറ്റും മതിലുകളാണ്. കമ്പനി ജയിൽ കെട്ടിനുള്ളിൽ ഇട്ടിരിക്കുകയാണ്. ഈ ജയിൽ മതിൽ പൊളിച്ചേ മതിയാവും ഞങ്ങൾക്ക്. മാത്രമല്ല ഞങ്ങളുടെ പൊതുതോട് അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വരില്ല. രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ 2 കൂറ്റൻ മതിലിൻ്റെ ഇടയിലൂടെ 6 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ഉണ്ടായിരുന്ന ബസ് സർവീസ് കട്ട് ചെയ്തു, അംഗൻവാടികളൊക്കെ കട്ട് ചെയ്തു, എല്ലാ സ്ഥാപനങ്ങളും ഇവിടുന്ന് മാറ്റി. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ ക്യാമറ വെച്ചിരിക്കുകയാണ് ചുറ്റുപാടൊക്കെ. ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടുത്തെ ഗവൺമെൻറ്റിനും ഇവിടുത്തെ സർക്കാരിനും ജനപ്രതിനിധികളൊക്കെ ഒക്കെ ഇതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിട്ടും ഇതിനെ അവരെ സ്വീകരിച്ചില്ല. ബഹുമാനപ്പെട്ട കോടതി നീണ്ട നിയമ പോരാട്ടങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്ക് അനുകൂല നടപടിയെടുത്തപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, എറണാകുളം ജില്ലാ കലക്ടറും സർക്കാരും മന്ത്രിമാരൊക്കെ അയ്യങ്കുഴി സ്വർഗമാണെന്നല്ലേ പറയുന്നത്, അവിടെ പോയി താമസിക്കുക, അതുകൊണ്ട് 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് ഈ കഴിഞ്ഞ ദിവസം ദേവൻ രാമചന്ദ്രൻ സാറ് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളോട് പറയുകയുണ്ടായി. ഞങ്ങളോട് 1 മാസം കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം, നിങ്ങളവിടെ സ്വർഗത്തിലാണ് ജീവിക്കണമെന്നാണ് ഇവിടെ സർക്കാർ പറയണേ. നോക്കാം, ഹൈക്കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് മിഷൻ വെക്കാനായിട്ട് 24 മണിക്കൂറും മറ്റേ PCBL പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മിഷൻ വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ പല പ്രാവശ്യവും സർക്കാർ മിഷൻ വെച്ചു. 1 ദിവസം വയ്ക്കും, 2 ദിവസം വയ്ക്കും, കമ്പനി ഓഫ് ചെയ്യും, പ്ലാന്റ് ഓഫ് ചെയ്യും. ഇവർ നമ്മൾ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിരകാലമായിട്ടുള്ള 40 വർഷത്തോളം ആയിട്ട് നമ്മൾ ഉന്നയിക്കുന്ന വിഷയമാണ് അയ്യങ്കുഴി വിഷയം. അയ്യങ്കുഴി വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ BBC മുതലുള്ള ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തു, ലോകം മുഴുവൻ അറിഞ്ഞൊരു വിഷയമാണ്. പക്ഷേ നമ്മുടെ സർക്കാർ മാത്രം ഇത് കണ്ടിട്ടും പഠിക്കുന്നില്ല, കൊണ്ടിട്ടും പഠിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ സർക്കാരിനോടും സർക്കാരിൻ്റെ അധികാരികളും കളക്ടർ അടക്കമുള്ള അധികാരികൾ നമ്മളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയും അതുപോലെ തന്നെ ഈ 2 കമ്പനികളും റെഡ് കാറ്റഗറിയിൽപ്പെട്ട 2 കമ്പനികളും BPCL, HOC നമ്മളോട് കാണിക്കുന്ന അനീതിക്കെതിരെ ഇന്ന് പ്രതികരിക്കുക. തിരുവോണ ദിവസം എല്ലാവരും ഉണ്ണുമ്പോൾ, തിരുവോണ സദ്യ ഉണ്ണുമ്പോൾ നമ്മളിവിടെ പട്ടിണി കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുക എന്നുള്ളൊരു തീരുമാനം പെട്ടെന്ന് നമ്മൾ എടുത്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിന് പട്ടിണിക്കഞ്ഞി വച്ച് ഇതിന് നേതൃത്വം കൊടുക്കാനായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി പങ്കജാക്ഷൻ,
അത് സധൈര്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. 42 കുടുംബങ്ങളിൽ ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്ന് 25ഓളം കുടുംബങ്ങൾ ഇവിടുന്ന് വാടകയ്ക്ക് പോയിട്ടുള്ളതായിട്ടാണ് നമ്മുടെ നേതാക്കൾ പറഞ്ഞത്, സൂചിപ്പിച്ചത്. ബാക്കി ആ മെഡിക്കൽ ക്യാമ്പിൽ 85 പേരിൽ 45 പേർക്കും അസുഖമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് മുക്കി കോടതിയിൽ അതിൻ്റെ രേഖ കൊടുത്തില്ല. ഞങ്ങളും കലക്ടറും പഞ്ചായത്തും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് വെച്ചു. ഈ പ്രദേശം 2 കമ്പനിക്കാരാണ് അൺസയൻറ്റിഫിക്കായിട്ട് അശാസ്ത്രീയമായ സ്ഥലപ്പെടുമ്പോഴും ഒറ്റപ്പെട്ട പ്രദേശമാണ്. ഈ പ്രദേശം ഏറ്റെടുക്കേണ്ട അത്യാവശ്യമാണ് എന്ന് സർക്കാരും പ്രതിനിധിയായ കലക്ടറും ഞങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്ത് പഞ്ചായത്തും ചർച്ച ചെയ്ത് എഗ്രിമെൻ്റ് നടത്തി. ആ എഗ്രിമെൻ്റ് കോടതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ ആ എഗ്രിമെൻ്റ് കൊടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് ചോദിച്ചപ്പോൾ ബഹുമാന ജി പി ഇത് അവിടെ ഉരുണ്ട് കളിക്കുകയും ചെയ്തത്. കോടതിക്ക് ഇവിടെ വെരി സിയർ കലക്ടർ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ കോടതി തപ്പിക്കളിക്കുകയും ഞാൻ പറഞ്ഞു ഇതൊക്കെ മുക്കി സാറേ, ഇതെല്ലാവരും മുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 കമ്പനിക്കാരെയും സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ നിൽക്കുന്ന ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും BPCL പുറത്തുവിടുന്ന കടുത്ത വിഷപ്പുക ശ്വസിച്ച് ജീവൻ അപകടത്തിലായ ഇവിടെയുള്ള 40 കുടുംബങ്ങളിൽ 25 കുടുംബവും അയ്യൻകുഴിയിൽ നിന്നും മാറി വാടകയ്ക്ക് താമസിക്കുന്നു. പഞ്ചായത്തിനും സംസ്ഥാന സർക്കാരിനും ഇവരുടെ പരാതി പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇവർ പറയുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു അയ്യൻകുഴിയുടെ പ്രതിഷേധം.